അപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ സ്ഥിരം അമ്മ കഥാപാത്രങ്ങൾ എന്നൊരു പേരുണ്ടായിരുന്നു, അതൊന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്തു വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജി ആയിട്ടായിരുന്നു. അപ്പൊ ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? വിശ്വാസം വരത്തില്ലേ? അല്ല, ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടു ഞാൻ അതൊക്കെ എന്തായിരുന്നു ഹൈദരാലി എന്നത് അഭിനയിച്ചിട്ടുണ്ട്. ഹൈദരാലി അതങ്ങനെ ഹൈദരാലി ഇതിനകത്ത് ഇടി കൊള്ളുന്ന ഒത്തിരി സീനുണ്ട്. ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തില് ആണോ അല്ല അറിഞ്ഞു കൊടുത്ത റോള് എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ പറ, എന്താ ചോദിച്ചു? ഈ സിനിമയിലെ കഥാപാത്രം അത് തന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള 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 അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുക്കള പുറത്തല്ല അമ്മ കഥാപാത്രം. ഇത് നീ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇതേ ഇന്റർവ്യൂ അല്ലേ, പ്രസ് മീറ്റ് ആവാറ്. അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രങ്ങളിൽ അടുക്കളപ്പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. അല്ല, നീ അതെന്നോട് പറഞ്ഞേ, ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ? നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കുന്നത് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് വില്ലൻ വേഷമൊക്കെ കിട്ടും, പക്ഷെ മക്കൾക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എന്റെ വില്ലൻ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഒരു ഉത്തരവാദിന, ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി, അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഉണ്ട് ഇച്ചിരി ക്യാപ്ഷൻ, അത് നോക്കിട്ടോ കാണാതൊക്കെ തെറിവിളി കുറയും. അവരുടെ അന്നാലല്ലേ ആൾക്കാർ കാണുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു ക്ലിപ്പ് എല്ലാം കണ്ടു. ഞാൻ ഇതേ ജോലി ചെയ്യണം, ഞാനും അങ്ങനെയൊക്കെ തമ്മിലുണ്ട്. കള കേട്ടോ ഇച്ചിരിയൊക്കെ. പറ, നീ പ്രശാന്തിനോട്. ചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അത് ഇതിലും വില്ലൻ തന്നെയാ. അല്ല, വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ധ്യാനിന്റെ ഏറ്റവും പുതിയ സിനിമയായ ID എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷത്തോടെ വരാൻ പറ്റിയതിൽ. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ, അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരോട് ഉണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ ഒന്ന് പാളി തൊഴി വന്നാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെയും എനിക്കൊന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. ഇല്ല, ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയാൻ ഒരു അവസരം തന്നതിന് വളരെ നന്ദി. അപ്പൊ നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് നടക്കട്ടെ.